2023 സെപ്റ്റംബർ 10 രാത്രി ലിബിയയിലെ ഡെർണയിലെ 2 ഡാമുകളാണ് തകർന്നത്. 75 മീറ്റർ ഉയരമുണ്ടായിരുന്ന ഡെർണ ഡാമും 45 മീറ്റർ ഉയരമുണ്ടായിരുന്ന മൻസോർ ഡാമുമാണ് ഒറ്റ രാത്രി കൊണ്ട് നിലംപൊത്തിയത്. 30 ലക്ഷം ക്യൂബിക് മീറ്റർ വെള്ളമാണ് ഒറ്റയടിക്ക് ഡെർണ നഗരത്തിൻ്റെ പാതിയോളം വിഴുങ്ങിയത്. 5300 മുതൽ 20,000 പേര് വരെയാണ് മരണപ്പെട്ടത് എന്നാണ് പറയുന്നത്. പക്ഷേ ഔദ്യോഗിക കണക്ക് 3000 ആൾക്കാർ മരണപ്പെട്ടുവെന്നും 4200ഓളം പേരെ കാണാതായി എന്നുമാണ്. മുഅമ്മർ ഗദ്ദാഫി ലിബിയൻ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ 1973 ആരംഭിച്ച് 1977 ഈ 2 ഡാമുകളുടെയും പണി പൂർത്തിയായത്. വെറും 46 വർഷം മാത്രം പഴക്കമുള്ള 2 ഡാമുകളാണ് ഡാനിയൽ എന്ന കൊടുങ്കാറ്റിൻ്റെ സംഹാര താണ്ഡവത്തെ അതിജീവിക്കാൻ കഴിയാതെ കീഴടങ്ങിയത്. ജോഷ് ക്ലം അതുപോലെ ശ്രീമതി ഇസബെല്ല വിംഗ്ലർ ഇവർ 2 പേരും ആരോഗ്യകരമായ നദികൾക്കും അതുപോലെ നദികളെ ആശ്രയിക്കുന്ന കമ്മ്യൂണിറ്റിക്കും വേണ്ടി വാദിക്കുന്നവരും ഇൻ്റർനാഷണൽ റിവേഴ്സ് എന്ന പേരിൽ ഒരു ഗ്രൂപ്പിൻ്റെ ഡയറക്ടേഴ്സുമാണ്. ഈ ദുരന്തത്തിന് ശേഷം കൃത്യം 6 ദിവസങ്ങൾക്ക് ശേഷം സെപ്റ്റംബർ 17 ഖലീജ് ടൈംസിലും പിന്നീട് ന്യൂയോർക്ക് ടൈംസിലും ഒരു ലേഖനം എഴുതി ഇവർ. ലോകത്തെ 100 വർഷങ്ങളോളം പഴക്കമുള്ള ആയിരക്കണക്കിന് ഡാമുകളിൽ ഇനി ആദ്യം പൊട്ടാൻ പോകുന്നത് ഏത് ഡാം ആയിരുന്നു അല്ലെങ്കിൽ ഏത് ഡാം ആണ് എന്നായിരുന്നു ആ ലേഖനത്തിൻ്റെ തലക്കെട്ട്. അതിൽ ആദ്യത്തെ പേര് ഏറ്റവും അപകടകാരിയായി നിൽക്കുന്നത് 126 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള നമ്മുടെ മുല്ലപ്പെരിയാർ അണക്കെട്ടാണ്. അതായത് ഇനി പൊട്ടാൻ ഏറ്റവും സാധ്യതയുള്ളത് മുല്ലപ്പെരിയാർ ഡാം ആണെന്നാണ് അവർ 2 പേരും പറയുന്നത്. അവർ പറയുന്നത് visibly damaged and located in a region prone to earthquakes. Its collapse would harm 3.5 million people downstream. കാഴ്ചയിൽ തന്നെ തകർന്നതും ഭൂകമ്പ സാധ്യതയുമുള്ള ഒരു മേഖലയിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഈ ഡാം 35 ലക്ഷം ആൾക്കാരെ ബാധിക്കുമെന്നുമായിരുന്നു അവരുടെ അഭിപ്രായം. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു അജയ്സ് പ്രസ്. ഹിയർ വാട്ട് വി ഡു ഈസ് എക്സ്പ്രസ്. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ നിർമ്മാണം, അതിൻ്റെ പ്രായം, അതിൽ ശേഖരിക്കുന്ന വെള്ളത്തിൻ്റെ അടിക്കണക്ക്, ഇതെല്ലാം എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ഭൂരിഭാഗം പേർക്കും അറിയാം. ഇനി യാഥാർത്ഥ്യത്തിലേക്ക് വന്നാൽ 35 ലക്ഷം ആൾക്കാർ എന്നത് ഒരുപക്ഷെ അതിലും വളരെ കൂടുതലാകാം. കാരണം ഇടുക്കിയുടെ ഒരു ഭാഗവും എറണാകുളം, തൃശ്ശൂർ, കോട്ടയം, ആലപ്പുഴ ജില്ലകളുടെ ഭൂരിഭാഗവും ഭൂപടത്തിൽ നിന്നും തുടച്ച് നീക്കപ്പെടും. തീർച്ചയായും കൊച്ചിൻ റിഫൈനറിയും നെടുമ്പാശ്ശേരി ഇൻ്റർനാഷണൽ എയർപോർട്ടും കൊച്ചിൻ ഷിപ്പ്യാർഡും നേവിയുടെ സദേൺ കമാൻഡും ലുലുമാളുമെല്ലാം ഓർമ്മകളിലേക്ക് മാഞ്ഞേക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ ലിബിയയിലെ 2 ഡാമുകളുടെയും തകർച്ച നേരത്തെ തന്നെ പ്രവചിച്ചിരുന്നതാണ്. പക്ഷേ ആരും അത് ചെവിക്കൊണ്ടില്ല. അതുകൊണ്ട് തന്നെ അത് തടയാവുന്നതുമായിരുന്നു. മോശം മെയിൻ്റനൻസും അതിലും മോശം റിസർവോയർ മോണിറ്ററിങ്ങും ഒപ്പം ഡാനിയൽ എന്ന ചുഴലിക്കാറ്റ് സൃഷ്ടിച്ച അതിശക്തമായ പേമാരിയുമായിരുന്നു ഈ ഡാമുകളുടെ തകർച്ചയുടെ പ്രധാന കാരണങ്ങൾ. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ അവസ്ഥയും ഒട്ടും വ്യത്യസ്തമല്ല. മെയിൻ്റനൻസ് ഏറ്റവും മോശമാണ്. എന്താണ് അവിടെ നടക്കുന്ന മെയിൻ്റനൻസ് എന്ന് ചോദിച്ചാൽ, ഡാമിൻ്റെ നിയന്ത്രണം പൂർണ്ണമായും തമിഴ്നാടിൻ്റെ കയ്യിലായതിനാൽ ആർക്കും ഒന്നും അറിയില്ല. മാത്രമല്ല, പഴയകാല സുർക്കി മിശ്രിതം കൊണ്ട് നിർമ്മിച്ച ഈ ഡാമിൻ്റെ പല ഭാഗത്തും നിരവധി പോട്ട് ഹോളുകൾ, വലിയ വലിയ വിള്ളലുകൾ. ഡാമിൻ്റെ ഒരു വശത്ത് 106 അടിക്കും 95 അടിക്കുമിടയിൽ ഡാമിൻ്റെ മുഴുവൻ നീളത്തിലും മേസണറി സ്ട്രക്ചർ, വ്യക്തമായ ക്രഷിങ്ങും ഒക്കെ കാണാം. ഇതൊക്കെ തമിഴ്നാട് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന കാര്യത്തെക്കുറിച്ചും നമ്മൾ മലയാളികൾ അജ്ഞരാണ്. അവർ പറയുന്നത് മാത്രമേ നമുക്കറിയൂ. ഇടുക്കിയുടെ പല ഭാഗത്തും, പ്രത്യേകിച്ചും മുല്ലപ്പെരിയാർ ഡാമിൻ്റെ പരിസര പ്രദേശങ്ങളിലും ഇടയ്ക്കിടയ്ക്കുണ്ടാകുന്ന ഭൂചലനങ്ങൾ അത്യധികം ആശങ്ക ജനിപ്പിക്കുന്നതാണ്. റിക്ടർ സ്കെയിലിൽ 6ന് മുകളിൽ മാഗ്നിറ്റ്യൂഡുള്ള ഒരു ഭൂചലനവും മുല്ലപ്പെരിയാറിന് താങ്ങാനാവില്ല. ഡാമിൻ്റെ താഴ്ഭാഗങ്ങളിൽ താമസിക്കുന്നവരും മറ്റും ഈ ഒരു ആശങ്ക എപ്പോഴും പങ്കുവയ്ക്കുന്നുണ്ട്. പക്ഷേ ഡാമിൽ നിന്നും വളരെ അകലെ കൊച്ചിയിലോ ആലപ്പുഴയിലോ കോട്ടയത്തോ താമസിക്കുന്ന ഒരാൾക്ക് ഇതിൻ്റെ തീവ്രതയും മറ്റും അനുഭവവേദ്യമാകണം എന്നില്ല. എന്നാൽ അവരാരും ആപത്തിൽ നിന്നും ഒഴിവാകുന്നില്ല എന്നുകൂടി ഓർക്കണം. തോരാതെ പെയ്യുന്ന മഴയും മറ്റും സമീപവാസികളുടെ ആശങ്ക കൂട്ടുകയേ ഉള്ളൂ. ലിബിയയിൽ ഡാനിയൽ ചുഴലിക്കാറ്റ് പേമാരിക്കും ഒരു കാരണമായിരുന്നു എങ്കിൽ ഇവിടെയും സ്ഥിതി വ്യത്യസ്തമല്ല. കാലാവസ്ഥയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വലിയ തോതിലുള്ള പ്രവചനാതീതമായ വ്യതിയാനങ്ങൾ 2018 പോലുള്ള പേമാരിയും വെള്ളപ്പൊക്കവും സൃഷ്ടിച്ചാൽ
എന്ത് സംഭവിക്കാം അല്ലെങ്കിൽ എന്തും സംഭവിക്കാം എന്നൊരു അവസ്ഥയുണ്ട്. ഇതെല്ലാം കൊണ്ടാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് ഒരു ടിക്കിംഗ് ടൈം ബോംബാണെന്ന് ശ്രീ NK പ്രേമചന്ദ്രൻ MP പറഞ്ഞത്. 126 വർഷത്തെ പഴക്കം എന്നത് ഒരു ചെറിയ കാര്യമല്ല. 19-ാം നൂറ്റാണ്ടിലെ പുരാതനമായ ഒരു കൺസ്ട്രക്ഷൻ എത്രമാത്രം സുരക്ഷിതം ആയിരിക്കുമെന്ന് ആർക്കെങ്കിലും ഒരു ഉറപ്പ് തരുവാൻ പറ്റുമോ? തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും രാഷ്ട്രീയ നേതൃത്വങ്ങൾ, ഭരണ പ്രതിപക്ഷ കക്ഷികൾ ഒക്കെ ഇതിന് ഉത്തരം തരുവാൻ തയ്യാറാകുന്നു? ഇല്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ചോദ്യം. കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് ഈ വിഷയത്തിൽ എത്രമാത്രം ആത്മാർത്ഥത ഉണ്ട് എന്ന കാര്യത്തിൽ കേരള ജനതയ്ക്ക് വലിയ സംശയങ്ങളുണ്ട്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പലപ്പോഴും മുല്ലപ്പെരിയാർ പൊങ്ങി വരാറുമുണ്ട്. അത് നമ്മൾ കാണാറുമുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെയുള്ളൂ ഈ ആത്മാർത്ഥത. കേരളത്തിലെ നിരവധി രാഷ്ട്രീയ നേതാക്കൾക്ക് തമിഴ്നാട്ടിൽ പലയിടത്തും ഹെക്ടർ കണക്കിന് കൃഷിഭൂമിയും തോട്ടങ്ങളും ഉണ്ടെന്നുള്ള വലിയ തോതിലുള്ള ആരോപണം നേരത്തെ തന്നെ ഉയർന്നു കേട്ടിട്ടുമുണ്ട്. യുണൈറ്റഡ് നേഷൻസ് യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വാട്ടർ, എൻവയോൺമെൻറ്റ് ആൻഡ് ഹെൽത്ത് 2021 ഏജിംഗ് വാട്ടർ സ്റ്റോറേജ് ഇൻഫ്രാസ്ട്രക്ചർ ആൻ എമർജിംഗ് ഗ്ലോബൽ റിസ്ക് എന്ന പേരിൽ ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ആ റിപ്പോർട്ടിലും മുല്ലപ്പെരിയാറിൻ്റെ സുരക്ഷാ പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. 1979 ഒരു ഭൂചലനത്തിൽ ഡാമിന് വലിയ വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ട്. പിന്നീട് 2011 ചെറു ചലനങ്ങൾ ഈ വിള്ളലുകൾ വലുതാക്കിയതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ചോർച്ചയും ലീക്കിങ്ങും ഒക്കെ വലിയ തോതിൽ ആശങ്ക ഉയർത്തുന്നുമുണ്ട്. ആധുനിക കാലത്തെ ബിൽഡിംഗ് സ്റ്റാൻഡേർഡ്സുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ ഡാം നിർമ്മിക്കുവാൻ ഉപയോഗിച്ചിട്ടുള്ള മെറ്റീരിയൽസ്, അതിൻ്റെ നിർമ്മാണ രീതികൾ എല്ലാം ഔട്ട്ഡേറ്റഡ് ആണ്. ഇതുപോലെ സ്ട്രക്ചറൽ ഇഷ്യൂസ് ഉള്ള ഡാം ഡീകമ്മീഷനിങ് ചെയ്യുകയാണ് അടിയന്തരമായി ചെയ്യേണ്ടത് എന്നും ആ റിപ്പോർട്ട് പറയുന്നുണ്ട്. റിപ്പോർട്ട് തമിഴ്നാടും കേരളവുമായുള്ള തർക്കങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം എറണാകുളത്ത് വെച്ച് ഒരു മുല്ലപ്പെരിയാർ സമര പ്രഖ്യാപനം നടന്നു. യഥാർത്ഥത്തിൽ എറണാകുളമാണ് ഈ സമരം ആരംഭിക്കേണ്ടതും സമരത്തിൻ്റെ സ്ഥിരാകേന്ദ്രവും ആകേണ്ട സ്ഥലം. മുല്ലപ്പെരിയാർ ഏറ്റവും കൂടുതൽ ഭീഷണി ഉയർത്തുന്ന ഒരു ജില്ല എറണാകുളമാണ് കേരളത്തിൻ്റെ സാമ്പത്തിക തലസ്ഥാനം. 6 മണിക്കൂർ കൊണ്ട് പല ജില്ലകളും തുടച്ച് നീക്കപ്പെടാം. ഒരു രക്ഷാപ്രവർത്തനത്തിനുള്ള സാവകാശമോ സമയമോ ആൾക്കാരോ ഉണ്ടാവില്ല. രക്ഷാപ്രവർത്തനം നടത്താൻ ഏറ്റവും മികവുള്ള കൊച്ചിയിലെ സതേൺ നേവൽ കമാൻഡ് തന്നെ ഇല്ലാതായി പോകാം. മുല്ലപ്പെരിയാറിനുണ്ടാകുന്ന ഏതൊരു അത്യാഹിതവും കേരളത്തിൻ്റെ സാമൂഹിക സമ്പദ്ഘടനയിൽ ഉണ്ടാക്കാൻ പോകുന്ന ആഘാതം ചെറുതൊന്നും ആയിരിക്കില്ല. സാധാരണ മഴക്കാലം തുടങ്ങുമ്പോഴാണ് ഒരു വഴിപാട് പോലെ മുല്ലപ്പെരിയാർ സമരങ്ങളും പ്രതിഷേധങ്ങളും നടക്കുന്നത്. പിന്നെ മഴ കഴിയുമ്പോൾ നമ്മളെല്ലാം മുല്ലപ്പെരിയാറിനെ മറക്കും. പക്ഷേ ഇത്തവണ വളരെ നേരത്തെ തന്നെ ഒരു സമര പ്രഖ്യാപനം നടന്നു എന്നാണ് അറിയുവാൻ കഴിയുന്നത്. വിശദാംശങ്ങൾ അറിവായിട്ടില്ല. എന്നാലും ഇടുക്കിയിൽ തൊടുപുഴയും പരിസര പ്രദേശങ്ങളും പൂർണ്ണമായി ഒലിച്ചു പോയേക്കാം. പക്ഷേ അതിലേറെ അപകടങ്ങൾ പതിയിരിക്കുന്നത് മറ്റു ജില്ലകളിലാണ്. ഇപ്പോഴത്തെ ഡാം ഡീകമ്മീഷൻ ചെയ്ത് പുതിയൊരു ഡാമാണ് ഈ വിഷയത്തിലെ ഒരേ ഒരു പരിഹാരം. മലയാളി ഈ പ്രശ്നത്തെ ഇടുക്കി ജില്ലക്കാരുടെ മാത്രം ഒരു പ്രശ്നമായി കാണുന്നുണ്ടോ എന്നൊരു സംശയം എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നാൽ ഇടുക്കിയിലെ വലിയൊരു ഭാഗം സുരക്ഷിതമാണ് എന്ന കാര്യം പലർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ ജനകീയ കൂട്ടായ്മകൾ എല്ലാ ജില്ലകളിലും ഉയർന്നു വരേണ്ടത് ഉണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാൻ ആരും മറക്കരുത്. താഴെ കാണുന്ന ബെല്ലൈക്കൺ അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് യഥാസമയം ലഭിക്കുന്നതുമായിരിക്കും. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.